തികച്ചും വ്യത്യസ്തമായ, പ്രത്യേകിച്ച് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ ബീഫിന്റെ നാക്കാണ്. അപ്പൊ അടിപൊളിയായിട്ട് ഇതെങ്ങനെ കുക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ നാക്ക് ഞാൻ ശരിക്കും അടുത്ത് നിങ്ങളെ കാണിക്കും. ഇതിപ്പോൾ ശരിക്കും ഞാൻ വാഷ് ചെയ്തു ശേഷം എന്താ നമുക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇതാണ് സ്കിന്നോട് കൂടിയ ഈ നാക്ക്. നമ്മുടെ നാക്കിലുള്ള പോലെ തന്നെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാനുള്ള എല്ലാ സംഭവങ്ങളും ഇതാ ഇതിലുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അതിനുശേഷം ശരിക്കും ബോയിൽ ചെയ്യാം. ഏകദേശം ഒരു 5 to 10 minutes ശരിക്കും ഒന്ന് തിളക്കണം. ഇതുപോലെ ഇങ്ങിടുക, ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല, അല്ലേ? ശരിയല്ലേ? പല ആൾക്കാരും ഇത് ചിന്തിക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് നാട്ടിലുള്ള ആൾക്കാർ ഇതെങ്ങനെ വർക്കൗട്ട് ആവുമോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം. എന്തായാലും ഇതിന് മുമ്പ് ഞാനും ഇത് വെച്ചിട്ടില്ല. പക്ഷെ പല ആൾക്കാരും ഇത് ഉപയോഗിച്ച് പലതരത്തിലുള്ള ഡിഷ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നു എന്ന് മാത്രം. ഇതിപ്പോൾ ശരിക്കും തിളയ്ക്കുന്നുണ്ട്. ഇതൊന്ന് മറിച്ചിടാം. ശരിക്കും ഒരു 5 to 10 minutes ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കും വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഈ തൊലി ശരിക്കും കളയാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണല്ലോ, ഇതിന് തൊലി നല്ല കട്ടിയുള്ളതാണ്. ശരിക്കും വേവിച്ച് കഴിയുമ്പോൾ ഇത് ചെത്തിക്കളയാതെ ഇത് കുക്ക് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും. അപ്പോൾ തൊലിയെല്ലാം ശരിക്ക് ചെത്തിക്കളഞ്ഞാൽ അതായത് ഇതുപോലെ ഇരിക്കും. അതിനുശേഷം ഇനി നമുക്കിത് ചെറിയ പീസാക്കി മാറ്റാം. ചെറിയ സാധാരണ ഇറച്ചി കഷ്ണം പോലെ തന്നെ ചെറിയ പീസാക്കി മാറ്റാം. നമ്മുടെ ഇറച്ചിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ചെറിയ പീസാക്കി മാറ്റാം. അപ്പോൾ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ഇറച്ചി നുറുക്കി വെച്ചേക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ് നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമുക്കൊരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സബോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഇടാം. ഞാനിവിടെ 2 സബോളയാണ് എടുത്തിരിക്കുന്നത്. സബോള നമുക്ക് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ശരിക്കും